നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളൊന്നും കാര്യമായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ശരിക്കും ബി.ജെ.പി നേതൃത്വത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾ ഉദ്ദേശിച്ച പോലെ പെട്ടിയിലേക്ക് വീഴാതിരുന്നത്? ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കൊണ്ട് മാത്രമാണോ? അതിനോടുള്ള എതിർപ്പാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവരെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചത്? സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കിട്ടിയ ക്രൈസ്തവ വോട്ടുകളുടെ പിറകെ പോയപ്പോഴാണ് മറ്റ് ജില്ലകളിലും ഇതുപോലെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടിയാൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമല്ലോ എന്ന് ബി.ജെ.പി നേതൃത്വം കരുതിയത്. എന്നാൽ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കാര്യമായി ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിക്ക് കേരളത്തിൽ കിട്ടിയില്ല. ക്രൈസ്തവ വോട്ടുകൾ കിട്ടാതിരുന്നാൽ പിന്നെ ബി.ജെ.പി പറയുന്ന പോലെ 2031 ഭരണം പിടിക്കുക എന്നൊക്കെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം പോലെയാകും. അപ്പോൾ ബി.ജെ.പി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. കേരളത്തിൽ ശക്തരായ ക്രൈസ്തവ നേതാക്കൾ ബി.ജെ.പിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി ആ പാർട്ടിക്കുണ്ടായത്. ക്രൈസ്തവ സമൂഹത്തിന് വിശ്വാസമുള്ള ക്രിസ്ത്യൻ നേതൃത്വം ബി.ജെ.പിയിൽ ഇല്ല. അതുകൊണ്ടാണ് അവർ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്നത്. അതുകൊണ്ട് ബി.ജെ.പി മറ്റൊരു തന്ത്രം പുറത്തെടുക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചാൽ അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബി.ജെ.പിയുടെ സാധ്യതകളെ, അതായത് ക്രൈസ്തവർക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ വോട്ടിനെ വലിയ തോതിൽ ബാധിക്കും അല്ലെങ്കിൽ വലിയ തോതിൽ സ്വാധീനിക്കുമെന്നുള്ള വിശ്വാസം കേന്ദ്ര ബി.ജെ.പി നേതൃത്വത്തിനുമുണ്ട്, രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാതെ തന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള വഴി തേടുകയാണ് കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം. കേന്ദ്ര ബി.ജെ.പി നേതൃത്വവും അതിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. അദ്ദേഹം കേന്ദ്ര മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാതെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞ് ജയിച്ചാൽ ഒരുപക്ഷെ ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് വരെ ആകാൻ ജോർജ് കുര്യന് സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ട് എന്നുള്ള പ്രചരണം ബി.ജെ.പി നേതൃത്വം നടത്തുന്നു. എന്ന് വെച്ചാൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വമുണ്ട്. ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ ക്രൈസ്തവർക്കിടയിൽ നിന്നും ബി.ജെ.പിയുടെ നേതാക്കളായുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ആശങ്കയോടെ കാണേണ്ടതില്ല. ബി.ജെ.പിക്ക് ഒരുപക്ഷെ ഭരണം കിട്ടുന്നൊരവസ്ഥ ഉണ്ടായാൽ ജോർജ് കുര്യനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോലും തങ്ങൾക്ക് മടിയില്ല എന്ന സൂചനയാണ് ബി.ജെ.പി നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിക്ക് അത്രയേറെ വിലമതിച്ചവയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുകൾ ലഭിച്ചത് ക്രൈസ്തവ വോട്ടുകൾ കൂടി കിട്ടിയത് കൊണ്ടാണ്. സുരേഷ് ഗോപി ജയിച്ചതും അതുകൊണ്ടാണ്. 20% വോട്ടുകൾ കിട്ടിയതൊക്കെല്ലാം ഈ ക്രൈസ്തവ വോട്ടുകൾ കുറേ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ്. അതില്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ബി.ജെ.പിക്ക് ഒരു ചങ്കിടിപ്പുണ്ടാക്കി. അങ്ങനെയാണ് ജോർജ് കുര്യനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന ബി.ജെ.പി നേതൃത്വം മുന്നോട്ട് പോയത്. അതിന് കേന്ദ്ര ബി.ജെ.പി നേതൃത്വം പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അങ്ങനെ മറ്റ് വിസ്മയങ്ങളും മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും നിയമസഭാ സ്ഥാനാർത്ഥിയായി 2026 ജനവിധി തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്.